യുഎസ് ഗവൺമെന്റിന്റെ ഡോഗ് വകുപ്പിന്റെ തലവനായി സേവനമനുഷ്ഠിക്കുന്ന എലോൺ മസ്ക് അവിടുത്തെ ദേശീയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അയച്ച ഇമെയിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. അദ്ദേഹം അയച്ച ഇമെയിൽ വളരെ സാധാരണമായ ഒരു ഇമെയിൽ ആയിരുന്നെങ്കിലും അതിന്റെ തീവ്രത വളരെ ഗുരുതരമായിരുന്നു. ഇത് പ്രകാരം കഴിഞ്ഞ മാസം ഉദ്യോഗസ്ഥർ എത്രമാത്രം ജോലി ചെയ്തു, എന്താണ് അവരുടെ ജോലിയെന്നുള്ളതും ജോലിയിൽ എന്തൊക്കെയാണ് പൂർത്തിയാക്കിയതെന്നും ഇതെല്ലാം കൂടി വ്യക്തമായി ലിസ്റ്റ് ചെയ്ത് മെയിലിൽ അയക്കണമെന്നാണ് മസ്ക് പറയുന്നത്. അത്തരമൊരു കത്ത് അയക്കാത്തവരെ സർക്കാർ സർവീസിൽ നിന്ന് രാജിവെച്ചതായി കണക്കാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചിലർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ അയക്കുന്ന ഇമെയിൽ തൃപ്തികരമല്ലെങ്കിൽ പോലും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കണക്കാക്കുമെന്ന് മസ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി രാജ്യത്തെ സർക്കാർ ജീവനക്കാർക്ക് 48 മണിക്കൂറാണ് മസ്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അവർ എന്തുതരം ജോലിയാണ് ചെയ്തതെന്ന് 48 മണിക്കൂറിനുള്ളിൽ ഇമെയിൽ അപ്ഡേറ്റ് നൽകേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ നൽകുന്ന വിശദീകരണം സ്വീകാര്യമല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇതിനർത്ഥം അവരെ പുറത്താക്കുമെന്നാണ് മസ്ക് വ്യക്തമാക്കുന്നത്. അദ്ദേഹം നൽകിയ സമയം ചൊവ്വാഴ്ചയാണ് അവസാനിക്കുന്നത്. എന്നാൽ ഡോഗ് നേതാവായ എലോൺ മസ്കിനെ ട്രംപ് കണക്കിന് വിമർശിച്ചെന്നാണ് മറ്റൊരു വിവരം. തുടർന്ന് എലോൺ മസ്ക് തന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ട്രംപിന്റെ ഒരു സുപ്രധാന തീരുമാനത്തിൽ സ്പേസ് എക്സ് സ്ഥാപകൻ എലോൺ മസ്ക് അസ്വസ്ഥനാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് എലോൺ മസ്കിനെ ഗവൺമെന്റിന്റെ കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡോഗിന്റെ തലവനായി നിയമിച്ചത്. ഇതോടെ ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാരിലെ നിരവധി അഡ്മിനിസ്ട്രേറ്റർമാരെ നീക്കം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തപ്പോൾ തന്നെ നിരവധി പേരെ അതിൽ നിന്നും അദ്ദേഹം നീക്കം ചെയ്തത് ശ്രദ്ധേയമായിരുന്നു. അതുപോലെ തന്നെ സർക്കാർ ഭരണത്തിലെ നിരവധി പേരെ മസ്ക് പിരിച്ചുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എലോൺ മസ്ക് നേരിട്ടെത്തിയാണ് ട്രംപിനെ പിന്തുണച്ചത്. ഒരു കാലത്ത് മസ്ക് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കടുത്ത അനുയായിയായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ വലതുപക്ഷത്തേക്ക് മാറിയിരുന്നു. മുൻ പ്രസിഡന്റ് ബൈഡനും പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിനും എതിരായ തീരുമാനങ്ങളാണ് പല വിഷയങ്ങളിലും എലോൺ മസ്ക് എടുത്തിട്ടുള്ളത്. അദ്ദേഹം അവരെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ട്രംപിന് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയതും. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി എലോൺ മസ്ക് സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് സ്ഥാനം നൽകിയിരിക്കുന്നത്. സർക്കാരിനെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നതിനായി ഒരു പുതിയ മന്ത്രിസഭ തന്നെ മസ്കിന് വേണ്ടി ട്രംപ് രൂപീകരിച്ചു.